ഹലോ ഗൈസ്, ഇന്ന് കർക്കിടക വാവായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. ഒരു വെള്ളം, ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളവും ഉമിക്കരിയും ഈർക്കിലുമൊക്കെ ഞങ്ങൾ പിതൃക്കളെ സങ്കല്പിച്ച്, അതായത് മരിച്ചു വരെ സങ്കല്പിച്ച് വെക്കുന്നതാണ്. എന്നിട്ട് ഞാനും എൻ്റെ മോനും കൂടി ബലി ഇടാനായിട്ട് അടുത്തുള്ള അമ്പലത്തിലേക്ക് വേണം. ഞാനല്ല ബലി ഇടുന്നത്, മോനാണ്. മോനെയും കൊണ്ട് പോവാണ്. എല്ലാ വർഷവും അമ്മയാണ് പോകുന്നത്. അമ്മയുടെ കൂടെ മോൻ 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഞാനിന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് ബലി ഇടുന്ന കാണാൻ പോകുന്നത്. പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ കടലിലാണ് പോകുന്നത്. കടലിൽ പോയി ഇടുന്നത്. ഈ പ്രാവശ്യം ഈ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ വളരെ മോശമായതുകൊണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ എനിക്കൊരു മടി. അപ്പം ഞാൻ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ബലി ചെയ്യാൻ വേണ്ടിയിട്ട് കുളത്തിൽ പോയി മുങ്ങി രസീതൊക്കെ എഴുതിച്ച് അതിനുള്ള താലമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അവിടെ ഒത്തിരി പേര്, കുറേ ഭക്തജനങ്ങൾ വന്ന് നിൽപ്പുണ്ട്. ഒരു ട്രിപ്പ് ആദ്യത്തെ കുറേ ആൾക്കാരെ 10-25 പേരോളം ബലിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള ആൾക്കാരെ കയറിക്കൊണ്ടിരിക്കുക. ആ ബലി തർപ്പണം കഴിഞ്ഞ് അടുത്തുള്ളവർ കയറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ടോ? ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ട്. എല്ലാവരും ബലിയിടും. എല്ലാ നാട്ടിലും കർക്കിടക വാവിന് ബലിയിടാറുണ്ട്. അപ്പം നിങ്ങളും ബലിയിടും. ഓരോരുത്തരും ബലിയിടാൻ പോകും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ മോൻ ബലിയിടാനായിട്ടിരിക്കുകയാണ്. ബലി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബലി കഴിഞ്ഞു. എല്ലാം മോൻ പുറത്തോട്ടിറങ്ങുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കി പിതൃക്കൾക്ക് വേണ്ടത്, മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് വിളമ്പി നമ്മൾ സങ്കല്പിച്ച് വെക്കണം. എന്നിട്ട് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചടങ്ങുകളുണ്ട്. ഇനി ഇവിടുന്ന് ചെന്നിട്ട് വേണം, അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ ചെന്നിട്ട് വേണം സദ്യ ഒരുക്കാൻ. ബലി കഴിഞ്ഞിട്ട് കുളത്തിൽ പോയി മുങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി സദ്യയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ സദ്യയൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.